ഈ ചിത്രം കണ്ടോ? ഇത് ചൈനയിലെ കുറേ ഡോക്ടർമാർ പന്നിയുടെ കരൾ മനുഷ്യനിൽ മാറ്റിവെച്ച ശേഷം എടുത്ത ഒരു ചിത്രമാണിത്. വൈദ്യശാസ്ത്ര രംഗത്തെ വലിയൊരു മുന്നേറ്റമെന്ന് കരുതുന്ന ഒരു റിസർച്ചാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിഷ് ചെയ്തത്. അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്ന നേച്ചർ എന്ന് പറയുന്ന ജേണലിലാണ് ജീൻ മോഡിഫൈഡ് പിഗ് ടു ഹ്യൂമൻ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സെനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന പേരിലാണ് ഈ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഇതിൽ പറഞ്ഞേക്കുന്നത് മിനിയേച്ചർ പിഗ് ഉണ്ടല്ലോ, ഒരു വേർഷൻ, ഒരു വെറൈറ്റി ഓഫ് പിഗാണ്. അതിൽ തന്നെ ഒരു 6 ജീനുകൾ എഡിറ്റ് ചെയ്ത ഒരു പിഗാണ്. ആ പിഗിൻ്റെ കരളാണ് 2024 മാർച്ച് 10 ചൈനീസ് നഗരമായ സിയാനിൽ ഒരു മിലിറ്ററി ഹോസ്പിറ്റലുണ്ട്. അതായത് 4th മിലിറ്ററി മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന അവരുടെ ഒരു ഹോസ്പിറ്റലാണ് ഈ മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു മുതിർന്ന വ്യക്തിയിലാണ് ഇത് മാറ്റിവെച്ചത്. മസ്തിഷ്ക മരണം നടന്ന ഈ ആളുടെ ശരീരത്ത് 10 ദിവസത്തോളം അവർ ഇത്തരത്തിൽ എക്സ്പെരിമെൻ്റ് നടത്തുകയും, പക്ഷേ ഈ രോഗിയെ പറ്റിയോ അവരുടെ രോഗിയുടെ പേരോ പുള്ളിയുടെ സെക്സോ മറ്റ് വിശദാംശങ്ങളോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ 10 ദിവസങ്ങൾക്ക് ശേഷം കുടുംബത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഇത് എക്സ്പെരിമെൻ്റ് നിർത്തുകയാണ് ചെയ്തത്. ഈ റിസർച്ചേഴ്സ് പറയുന്നത് ഇതിൽ രോഗിയുടെ കരൾ മൊത്തമായി മാറ്റി വെച്ചിട്ടില്ല. അതിന് പകരമായിട്ട് ഒരു ബ്രിഡ്ജ് ഓർഗനായിട്ട്, അതായത് ഒരു ഓക്സിലറി ഓർഗനായിട്ട് വർക്ക് ചെയ്യത്തക്ക രീതിയിൽ എങ്ങനെ ഇത് ഉപയോഗപ്പെടുത്താമെന്നുള്ള രീതിയിലാണ് റിസർച്ചേഴ്സ് ഇതിൽ സ്റ്റഡി നടത്തിയേക്കുന്നത്. അപ്പോൾ ഈ സ്റ്റഡിയുടെ റിസൾട്ട്സ് പറയുന്നത് ഈ പന്നിയുടെ ഈ കരൾ ഈ പിത്തരസവും ബൈൽ ഫ്ലൂയിഡും ആൽബുമിൻ പ്രോട്ടീനും ഒക്കെ സ്രവിക്കുകയും അത് പക്ഷേ മനുഷ്യൻ്റെ കരൾ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ അളവിലാണെങ്കിൽ പോലും അത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതിനുശേഷം 10 ദിവസത്തോളം ഈ പിത്തരസത്തിൻ്റെ ഉൽപ്പാദനത്തെപ്പറ്റിയും അത് രോഗപ്രതിരോധ പ്രതികരണം എങ്ങനെ നടത്തുന്നു എന്നതിനെപ്പറ്റിയും മറ്റ് ശരീരത്തിലുണ്ടാകുന്ന പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ അവർ അനലൈസ് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയാണ് ഈ പേപ്പറിൽ അവർ ചെയ്തേക്കുന്നത്. ഇത്തരത്തിൽ സെനോ ട്രാൻസ്പ്ലാന്റേഷൻ വഴി ഉണ്ടാക്കിയ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ച ഈ ബ്രിഡ്ജ് ഓർഗന് മനുഷ്യനെ ലോങ് ടൈമിലേക്ക് പിന്തുണയ്ക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബയൽ ഫ്ലൂയിഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പോർസിൻ ആൽബുമിൻ ഉണ്ടാക്കാനോ കഴിയില്ല എന്നാണ് റിസർച്ചേഴ്സ് ഇതിൽ റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ഇത്തരത്തിലുള്ള റിസർച്ച് ആദ്യമായിട്ടല്ല. പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ ചില ശാസ്ത്രജ്ഞന്മാർ ഒരു മസ്തിഷ്ക മരണം സംഭവിച്ച രോഗിയിൽ ഒരു പന്നിയുടെ കരൾ ഇങ്ങനെ ഘടിപ്പിച്ചിരുന്നു മുമ്പ്. പക്ഷേ അത് ആളുടെ ശരീരത്തിന് പുറത്തായിരുന്നു ഘടിപ്പിച്ചത്. ഇതാദ്യമായിട്ടാണ് അതിനകത്തേക്ക് ഇത്തരത്തിൽ ഘടിപ്പിച്ച് എക്സ്പെരിമെൻ്റ് നടത്തുന്നത്. മുമ്പ് US ഇത്തരത്തിൽ പന്നിയുടെ ഹൃദയം സ്വീകരിച്ച 2 പേര് മരിച്ചതായിട്ടുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2024 നവംബർ 25 പന്നിയുടെ ഒരു വൃക്ക മാറ്റിവെച്ച ഒരു സ്ത്രീയുണ്ട്. അലബാമയിലുള്ള ഒരു സ്ത്രീ. അവരുടെ പേര് ടൊവാന ലൂണി എന്ന് പറയുന്ന ഇവരാണ്. അപ്പോൾ സെനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന രീതി റിലേറ്റീവ്ലി ന്യൂ ആയിട്ടുള്ളൊരു ടെക്നിക്ക് ആണെങ്കിൽ പോലും ഇത്തരത്തിൽ ശസ്ത്രക്രിയ നടത്തിയ പലർക്കും നോർമലായിട്ടുള്ള ലൈഫിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പല സ്റ്റഡികളും കാണിക്കുന്നത്.